ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കൊച്ചി കോർപ്പറേഷനിലെ ഗംഭീര വിജയത്തിനപ്പുറം കോൺഗ്രസിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന വാദപ്രതിവാദങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ്? KSU മുതൽ പ്രവർത്തിച്ചു വന്ന വനിതാ നേതാവിനെ തഴഞ്ഞതിനു പിന്നിൽ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടോ? തർക്കമുണ്ടായാൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് വോട്ടിംഗ് നടത്തണമെന്ന തീരുമാനമായിരുന്നു. അങ്ങനെ വോട്ടിംഗ് നടത്തിയപ്പോൾ ഭൂരിപക്ഷം ലഭിക്കാത്തതാണോ ദീപ്തിയെ ഒഴിവാക്കിയതിന് കാരണം? ദീപ്തിയെ മുൻനിർത്തി KC വിഭാഗം നടത്തിയ നീക്കമാണോ മാത്യു കോൾനാടന്റെ പ്രതികരണത്തിലൂടെ പുറത്തുവന്നത്? സമുദായ സമവാക്യം പരിഗണിക്കരുത് എന്നാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സമുദായ സമവാക്യമെന്ന നിലപാടുയർത്തി മാത്യു കോൾനാടൻ വന്നത് എന്തിനാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം സ്വന്തം വഴിവെട്ടാനുള്ള ചിലരുടെ നീക്കമാണോ കൊച്ചിയിൽ കണ്ടത്? പവർ ഗ്രൂപ്പോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ പാനലാണ്. ശ്രീ എ സജീവൻ, ശ്രീ N ശ്രീകുമാർ, ശ്രീ നിസാം സെയ്ദ്, ലാൽകുമാർ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീ N ശ്രീകുമാർ, ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് പരിപാടിയാണ് നടത്താൻ പോകുന്നതെങ്കിൽ അത് അനുവദിക്കില്ല എന്നാണ് അജയ് തറയിൽ പ്രതികരിച്ചത്. ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിന് തുടക്കമാവുകയാണോ? ദീപ്തി മേരി വർഗീസ് എന്നത് ഒരു പേര് മാത്രമാണ്. നോക്കൂ ശ്രീമതി സ്മൃതി, ഇത് നമ്മുടെ പരമ്പരാഗതമായി കേരളത്തിൽ കോൺഗ്രസ്സിലുണ്ടാകുന്ന ഗ്രൂപ്പുമായി സാമ്യപ്പെടുത്തുന്നത് ശരിയല്ല. ഇത് കൊച്ചിയിലത്തെ മേയർ തിരഞ്ഞെടുപ്പിൽ ആ സമയത്ത് പെട്ടെന്ന് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഈ രാഷ്ട്രീയത്തിൽ നിങ്ങളിന്ന് പറഞ്ഞ ഹെഡിങ് ഇട്ട പോലെ ഒരു പവർ ഗ്രൂപ്പോ എന്ന് ചോദിച്ചല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടല്ലോ. പവർ എന്ന് പറഞ്ഞാൽ അധികാരമുള്ള, അത് പാർട്ടിയിലാണെങ്കിലും ഭരണത്തിലാണെങ്കിലും അധികാരമുള്ളവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പവർ ഗ്രൂപ്പല്ല, ഒരു പവർ പോയിൻ്റ് എന്ന് പറയുന്ന ആർക്ക് ശരി, അതൊക്കെ ഉണ്ടായിരിക്കും, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നൊരു ഗ്രൂപ്പല്ല ഇന്ന് കൊച്ചിയിൽ ഞാൻ നിരീക്ഷിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊരു കല്ലുകടിയായിപ്പോയി. രാഷ്ട്രീയത്തിൽ കല്ലുകടി എന്നുള്ളത് ആ കല്ല് കടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും. അതൊരു ഒരു ദീർഘകാല അസ്വസ്ഥതയായിട്ട് അവിടെ നിൽക്കില്ല. കല്ല് കടിച്ച് ആ കല്ലുകടി അങ്ങ് അവസാനിക്കാനാണ് സാധ്യത. അത് ഇതുപോലെ ഇവിടെ അതന്നെ സംഭവിക്കുക. പക്ഷേ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കൊച്ചിയിൽ കിട്ടിയിട്ടൊരു കല്ല് കടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് നേതാക്കളാണ് അതിൻ്റെ സാവധാനം ആലോചിച്ച് ഉത്തരം പറയേണ്ടത്. എന്തായാലും പ്രവർത്തകർക്ക്, വോട്ട് ചെയ്തവർക്ക്, ജനങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കൊച്ചിയിൽ നടന്ന കാര്യം. അതിലാരും മേയറാവുന്നത് എന്നതിനെക്കുറിച്ചല്ല, ഇത് പരസ്യമായി ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് വന്നത് എന്തായാലും മോശമായി പോയി, നാണക്കേടായി പോയി, കഷ്ടമായി പോയി. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് വേണം, ശക്തമായ ഗ്രൂപ്പുകൾ വേണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ്, പഴയ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ A ഗ്രൂപ്പ് I ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പേരിൽ രണ്ട് നേതാക്കൾ തീരുമാനിച്ചാൽ കാര്യം എവിടെ തീരും. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രാവിലത്തെ ഗ്രൂപ്പ് വൈകുന്നേരം ആകുമ്പോൾ മാറിപ്പോകും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു നേതാവിനെ സംരക്ഷിച്ചാൽ ആ നേതാവ് നാളെ വേറെ ഏത് ഗ്രൂപ്പിലാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്രീകൃത ഗ്രൂപ്പ് ഇല്ലാത്തൊരു ദുരവസ്ഥ, അത് എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കണക്കാക്കാം. പക്ഷേ എന്നോട് യോജിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പല്ല ഇത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ അവനമനസത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങനെയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ കൊച്ചിയിൽ സംഭവിച്ചത്, ഈ സോഷ്യൽ മീഡിയയും എല്ലാം വളരെ ചാനലുകളൊക്കെ പറഞ്ഞു ദീപ്തി മേരി വർഗീസാണ് മേയറാവുക എന്ന്. കാരണം തീർച്ചയായിട്ടും അവരാണ് ഏറ്റവും സീനിയറായിട്ടുള്ള ലീഡർ, അവരാണ് KPCC ജനറൽ സെക്രട്ടറിയാണ്, KSU കാലം തൊട്ടേ നേതാവാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ദീപ്തി പറഞ്ഞിട്ടില്ല ഞാനാ മേയർന്ന്. ദീപ്തി മേരി പറഞ്ഞിട്ടില്ല ഞാനാ മേയർന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസും പറഞ്ഞിട്ടില്ല ദീപ്തി മേയർന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തുള്ളൊരു ദോഷം കൂടിയാണത്. കാരണം മേയറെ സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നതാണത്. പക്ഷേ അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചത് കൊണ്ടാണോ ദീപ്തി അവസാനം പ്രതികരിച്ചത്? നേതാക്കൾ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞത്, അതിൽ അവർക്ക് നിരാശയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അല്ല, ദീപ്തി പറഞ്ഞിട്ടില്ല ഞാൻ മേയറാവുന്നത്, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ദീപ്തിയാണ് മേയർന്ന്. കോൺഗ്രസ് പിന്നെ തീരുമാനിക്കുന്ന പറഞ്ഞിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായി. കാരണം അതിൽ തെറ്റില്ല, ഞാൻ പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ലാണ്. ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയറാകുമെന്ന് പറയുന്നതിൽ കണക്കാക്കുന്നതിലും തെറ്റില്ല. ഞാനടക്കം ദീപ്തി മേയറാകുമെന്ന് വിചാരിച്ച ഒരാളാണ്. കാരണം കൊച്ചിയിൽ ഇന്നത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ കൗൺസിലർമാരിലെ ഏറ്റവും സീനിയർ ദീപ്തിയാണ്.
ഇപ്പോൾ ഉള്ള മേയർ സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മിനി. പക്ഷേ അദ്ദേഹം നിഷേധിക്കുന്നില്ല, അവരും പാർട്ടി പ്രവർത്തകർ തന്നെയാണ്, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. പക്ഷേ ദീപ്തി മേരി വർഗീസിൻ്റെ ആ ഒരു സീനിയോറിറ്റി മറ്റുള്ള ആർക്കും ഇല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസാന നിമിഷത്തിൽ ഇങ്ങനൊരു സംഭവം വന്നതെന്ന് വെച്ചാൽ അത് പാർട്ടിയുടെ ചില സംവിധാനത്തിലുള്ള ചില നീക്കങ്ങളാണ്. ഇതിൽ പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ അധികാര വികേന്ദ്രീകരണം ചില ഘട്ടങ്ങളിൽ പാർട്ടി താഴെത്തട്ടിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു പാഠമുണ്ട്. അതായത് KPCC തലത്തിലെ രാഷ്ട്രീയകാര്യ സമിതിയോ കോർ കമ്മിറ്റിയോ ഒക്കെ എടുത്ത് അത് ജില്ലാ നേതാക്കളുമായി സംസാരിച്ച് തീരുമാനിക്കേണ്ട സംവിധാനമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അത് കൂടുതൽ സുതാര്യമാക്കാനും ജനാധിപത്യ സമ്പ്രദായം പുഷ്കലമാക്കാനും ഒക്കെ അത് DCCകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിപ്പോൾ കൊച്ചിയിൽ ഈ സംഭവം വന്നു, തൃശ്ശൂർ നോക്കൂ, തൃശ്ശൂരും ആയിട്ടില്ല, കോൺഗ്രസിൻ്റെ മേയറെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ വികേന്ദ്രീകരണത്തിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് താല്പര്യങ്ങൾ വരും. ആ ജില്ലയിലത്തെ സമുദായം, സ്വാധീനം, പാർട്ടി പൊളിറ്റിക്സ്, നേതാക്കളുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കൊച്ചിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശ്രീ KC വേണുഗോപാൽ പറഞ്ഞ പോലെ പാർട്ടി ഒരു തീരുമാനം എടുത്തുപോയി. ആ തീരുമാനം അംഗീകരിക്കുകയെ നിവർത്തിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണല്ലോ അന്തിമമായിട്ട് തീരുമാനിക്കുന്ന പാർട്ടി കമ്മിറ്റിയാണ്. അപ്പോൾ KPCC പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പാർട്ടി പരിഗണിക്കുമ്പോൾ നേതൃതലത്തിലുള്ളവർക്ക്, അതായത് ഭാരവാഹികൾക്ക് പരിഗണന നൽകാൻ ശ്രദ്ധിക്കണം എന്തോ ഒരു സർക്കുലർ വാചകം, ഞാൻ ആ സർക്കുലർ കണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു വാചകം ഇതിലുണ്ട്. പക്ഷെ അത് വേണമെങ്കിൽ മതി, അത് നിർബന്ധമാക്കിയിട്ടില്ല. അപ്പം വേണമെങ്കിൽ മതി. അപ്പം അങ്ങനെ ഒരു വന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു എല്ലാവരെയും വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന ഒരു സംവിധാനം വന്നത്. ഈ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പഴയ കാലത്തുണ്ട്, ഇത് പുതിയതല്ല. ആളുകൾ മറന്നുപോയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ മുൻ മേയറായിരുന്ന ടോണി ചമ്മണി ഇവിടെ മേയറായിരുന്നു കൊച്ചിയിൽ. അപ്പൊ അന്ന് ഈ വേണുഗോപാൽ എതിരായിട്ട് മത്സരിച്ചിരുന്നു. അപ്പൊ ടോണി ചമ്മണി അദ്ദേഹത്തിന് അന്ന് ശ്രീ വേണു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മേയർ ആവുകയാണെങ്കിൽ 5 വർഷത്തേക്ക് മേയർ ആവണം, അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് നമ്മുടെ വേണുട്ടം പറഞ്ഞു. ഏത് KC വേണു അല്ല, എറണാകുളത്തെ N വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം N വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ മറ്റേ A ഗ്രൂപ്പിൽപ്പെട്ട ടോണി ചമ്മണി പറഞ്ഞു, A ഗ്രൂപ്പ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കത് 2ആയിട്ട് ഭാഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ N വേണുഗോപാൽ പറഞ്ഞു അത് വേണ്ട, 5 വർഷം തന്നെ വേണം, അങ്ങനെയാണെങ്കിൽ അതൊരു അംഗങ്ങളുടെ അഭിപ്രായം അറിഞ്ഞോളാൻ പറഞ്ഞു വേണുഗോപാല്. അങ്ങനെ കൗൺസിലർമാരുടെ അഭിപ്രായം ആരാഞ്ഞപ്പം അത് ടോണി ചമ്മണിക്ക് അനുകൂലമായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം മേയറായി. ഇത് പുതിയ കാര്യമല്ല. പക്ഷേ എന്നിട്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല കൊച്ചിയിൽ. കാരണം അവിടെ ടോണി ചമ്മണി നല്ല മേയറായിട്ടൊക്കെ നടന്നു, വേണുവേട്ടനാണെങ്കിൽ വേറെ GCDAയുടെ ഒക്കെ ഭാരവാഹിയായിട്ട് അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. ആ ചരിത്രം വേറെ കൂടിയാണ് പറയുന്നത് ശ്രീ N ശ്രീകുമാർ. അതായത് എറണാകുളത്ത് ഇപ്പോൾ I ഗ്രൂപ്പിന് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അവിടെ A ഗ്രൂപ്പ് ന്യൂനപക്ഷമാണ്. എന്നിട്ടും ടോണി ചമ്മണി മേയർ ആകുന്നു എന്ന രൂപത്തിൽ നേതാക്കളെ വെട്ടാൻ കെൽപ്പുള്ള ഒരു സംഘം ഇവിടെയുണ്ട്. ആ രൂപത്തിൽ ഇവിടെ തർക്കമുണ്ടായുമ്പോൾ ഏത് പ്രധാനിയെയും ഏത് ഗ്രൂപ്പിനെയും വെട്ടാൻ തയ്യാറാവുന്ന രൂപത്തിൽ ഇവിടെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നതാണ് ആ ഉദാഹരണം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണല്ലോ. അല്ല, അന്നത്തെ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. അന്ന് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഒരു സങ്കടം വന്ന കരുണാകരനോടോ ഉമ്മൻചാണ്ടിയോടോ ഒക്കെ പറഞ്ഞാൽ തീരെ. ഇപ്പം അതല്ല. ഇപ്പം എന്താ വെച്ചാൽ അവനവനിസം എന്ന് പറയാൻ നോക്കാം. ശരിക്കും പറയുന്നത് അവനവനിസം എന്ന് വെച്ചാൽ അത് എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് ആവുകയാണ്. അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്കത്. നാളെ KC വേണുഗോപാലിൻ്റെ ഒപ്പം നിൽക്കണോ എന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ അങ്ങനെ ആവാം, മറ്റേന്നാളെന്നാൽ തിരിച്ച് ഇങ്ങോട്ട് A ഗ്രൂപ്പിലേക്ക് വന്നാൽ എന്നാൽ അങ്ങനെയാവാം എന്നുള്ള ചിന്തയാണ്. ഇപ്പം A ഗ്രൂപ്പിന് അങ്ങനെ ഏകോപിത രൂപം ഇല്ല. കാരണം A ഗ്രൂപ്പിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ എന്നൊക്കെ പറയുന്നത് ഇപ്പം MM ഹസനും KC ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നി ബേനാനും ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും ഇപ്പം ആ രീതിയിലേക്ക് വരുന്നില്ല. അപ്പം കൊച്ചിയിലത്തെ A ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ നല്ല ഒരു വിഭാഗം ഉണ്ട് കേട്ടോ. A ഗ്രൂപ്പിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവിടെ A ഗ്രൂപ്പിന് നല്ലൊരു സ്വാധീനമുള്ള സ്ഥലമാണ് കൊച്ചിയിൽ. അതുപോലെ I ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് പക്ഷേ മറ്റുള്ള ജില്ലകളിൽ അതേപോലെ ഇല്ല. അത് എറണാകുളത്തെ പ്രത്യേകതയായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ കുഴപ്പമായിട്ട് വരില്ല. പക്ഷേ ഒരു കല്ല് കടിച്ചല്ലോ. ഈ കല്ലുകടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കല്ലുകടി ഒരിടത്ത് നിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. കല്ലുകടി ഒരിടത്ത് നിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. പലയിടത്തായി ഇത് നീങ്ങുമോ എന്നുള്ള സാഹചര്യം കൂടിയാണ്. ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോകുന്നു. ശ്രീ എ സജീവൻ, ഒരു തർക്കമുണ്ടായ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് വോട്ടിംഗ് വേണം, അതായിരുന്നു തീരുമാനം. അങ്ങനെ വോട്ടിംഗ് നടത്തുമ്പോൾ മിനിമോൾക്ക് 17 വോട്ട്, ഷൈനിക്ക് 22 വോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വോട്ട് ലഭിക്കുന്നു. അവിടെ ദീപ്തിക്ക് 4 വോട്ടേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. ഭൂരിപക്ഷം ലഭിച്ച ആൾക്ക് മേയറാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതും 2.5 വർഷം വീതമാണ് പങ്കുവെക്കുന്നത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ദീപ്തി മേയറാവട്ടെ എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ജില്ലാ നേതൃത്വം ഒരുമിച്ച് അതിനെ
എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ 2.5 വർഷം എന്നുള്ളൊരു ഒരു ഒരു ഓഫർ അങ്ങോട്ട് നൽകുകയും ചെയ്തു എന്ന് കേൾക്കുന്നു. പക്ഷേ 5 വർഷം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ദീപ്തി. അതുകൊണ്ട് അത് നഷ്ടപ്പെടുകയായിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തെ ഇതൊരു കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യമായിട്ടാണോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വായിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ പ്രതികരണങ്ങളില്ലേ ശ്രീ എ സജീവൻ? സ്മൃതി, ഇത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമല്ല. ഒരു വലിയ നേട്ടമുണ്ടായി, അപ്രതീക്ഷിതമായ, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയമുണ്ടായപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അധികാരമാണ് എന്ന് കണ്ടുകൊണ്ട് പുതിയ പുതിയ രീതിയിൽ ഗ്രൂപ്പുകളും മറ്റും തലയെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മളാരും പറഞ്ഞില്ലല്ലോ കോൺഗ്രസ്സിൽ എറണാകുളത്ത് കൊച്ചിയിൽ ആര് മേയറാവണം എന്നുള്ള കാര്യം മറ്റാരും പറഞ്ഞില്ലല്ലോ. അവിടെ ദീപ്തി, ഇപ്പം നേരത്തെ ശ്രീകുമാർ പറഞ്ഞു, ദീപ്തി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ഇത് ഈ വിജയമുണ്ടായി, ഈ UDFനാണ് വൻ നേട്ടമെന്ന് മനസ്സിലാക്കിയ ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ദീപ്തിയോട് ചോദിക്കുന്നുണ്ട് കൊച്ചി മേയറാവുമോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം താനാണ് മേയറാവാൻ പോകുന്നത്. അവർ പറയുകയും ചെയ്തു, നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് കൊച്ചി മേയർ ആവേണ്ട കാര്യമില്ല എന്നൊന്നുമല്ല. അവർ പറഞ്ഞത് നേതൃത്വം തീരുമാനിക്കണമെന്നാണ്. നേതൃത്വം എന്ന് പറഞ്ഞാൽ DCC അല്ല, KPCC ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും KPCCയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം അതിനനുകൂലമായിട്ട് വരും. കാരണം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന ആളാണ്, ദീർഘകാലമായിട്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്നയാളാണ്, വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ദീപ്തി തന്നെയാണ് മേയറാവുക. ഇപ്പം ശ്രീകുമാറിന് പോലും അതിൽ സംശയം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ വന്നത്. അതിനർത്ഥം ഇത് കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ശ്രീകുമാർ തന്നെ പറഞ്ഞ പോലെ ഇത് കൊച്ചിയിൽ മാത്രമല്ല, തൃശ്ശൂരിൽ പ്രശ്നം വരുന്നുണ്ട്. കോഴിക്കോട്ട് ഇപ്പോൾ തന്നെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ആളെ തോൽപ്പിച്ചതിൻ്റെ കഥകൾ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ്. അത്ര ഭീകരമായ രൂപത്തിൽ തോൽപ്പിച്ചത് LDF അല്ല എന്ന് ആ സ്ഥാനാർത്ഥിയോട് ബന്ധപ്പെട്ട ആളുകളും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതൊക്കെ കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കളികളിലേക്ക് വരുന്നത് വലിയ രൂപത്തിലുള്ള പിടിവലികൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് ആർക്ക് മേൽക്കൈ എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഒരു വലിയ പ്രശ്നം കൂടിയാണ്. ഈ വിജയം അപ്രതീക്ഷിതമായി കിട്ടിയിട്ടുള്ള ഈ വിജയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉന്മാദം എന്ന് പറയുന്നത് അവർക്ക് തിരിച്ചടിയാവാൻ, UDFന് തിരിച്ചടിയാവാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. CPMകാരൊക്കെ ആവർത്തിച്ച് പറയുന്നവരെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് ഷെയർ കുറവുണ്ടായിട്ടുണ്ട്. സീറ്റുകൾ ധാരാളം പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും കാര്യമായ ഇടിച്ചിലില്ല. ചെറിയ രൂപത്തിലൊരു ചലനം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മറിയാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഇനിയാണ് അങ്ങോട്ട് ഈ തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇതൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ പണ്ട് കിറ്റ് കിട്ടിയതുപോലെ എങ്ങനെയൊക്കെ ആവും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ശ്രീ എസ് ജീവൻ വോട്ടർമാരെ അങ്ങനെ സ്വാധീനിക്കാനുള്ള വഴി അത് വിജയം കാണില്ല എന്നല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നെ. മാത്രമല്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൂടി പ്രധാനമാണല്ലോ. തോറ്റിട്ടില്ല എന്ന് കൂടി പറഞ്ഞാൽ മതിയാകും. ആ രൂപത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വിമർശനം ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ അദ്ദേഹം സമ്മതിച്ചു തരുന്നില്ല പരാജയ കാരണങ്ങളായി. ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി നടന്നു പോകുന്ന കണ്ടപ്പോൾ KT ആണെന്നൊക്കെ പറഞ്ഞ എത്ര നിഷ്കളങ്കമായ ഒരു പ്രതികരണമാണല്ലേ. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിന് അതൊക്കെ നമുക്ക് തമാശ എന്ന് പോലെയല്ല, അതിനൊക്കെ തള്ളിക്കളയരുത്. കാരണം യാഥാർത്ഥ്യം അതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച ഗംഭീരമായ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദം ആവർത്തിച്ച് തുപ്പുന്ന വ്യക്തിയെ കാറിൽ കൊണ്ടുപോയതും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുമൊക്കെ വളരെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം സംശയമില്ല, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അപ്പോഴും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിട്ടില്ല. കാരണം ഇടിഞ്ഞ് തകർന്നു പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലല്ല ഞാൻ പറയുന്നത്. UDFകാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ രീതിയിലുള്ള ഗ്രൂപ്പ് പോരാട്ടം നടത്തിയ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് പോരാട്ടം അവർക്ക് അനർത്ഥമായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി.
ശ്രീലാൽകുമാർ, ഇപ്പോൾ വോട്ട് ഷെയറിന്റെ കണക്കുകൾ അവസാനമായി പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനാണ് വോട്ട് ഷെയർ കൂടുതൽ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 100-ൽ കൂടുതൽ സീറ്റുകൾ എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുമ്പോഴാണ് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ വിജയത്തിന് ശേഷമുള്ള പടലപ്പിണക്കങ്ങൾ പുറത്തേക്ക് വരുന്നത്. എത്ര ശക്തമായിട്ടാണ് ഇരുവിഭാഗത്തെയും നേതാക്കൾ ഇന്ന് പ്രതികരിക്കുന്നതായി കണ്ടത്? അത് യഥാർത്ഥത്തിൽ ദീപ്തി മേരി വർഗീസ് എന്ന ഒരു വനിതാ നേതാവിന് വേണ്ടിയുള്ള ശബ്ദമാണോ? മറ്റ് രണ്ടുപേരും വനിതകൾ തന്നെയാണല്ലോ. നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ മാന്യമായ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മേയറെ അന്തസ്സോടുകൂടി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ പരം, അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉള്ളതിൽ പരം പരിതാപകരമായ അവസ്ഥ എന്താണ്? ഇവർ ഈ മറ്റുള്ള ഘട്ടത്തിൽ വരുമ്പം ചുമ്മാതിരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ ചിന്തിക്കണമെന്നാണ് കരുതുന്നത്. നമുക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമൊന്നും ആകത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഈ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ നോക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി ഇവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ വലിയ വലുതാണ്. നോക്കൂ, 2 പേരെ മേയർ സ്ഥാനത്ത് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതും ഷെയർ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ഞാൻ ഷെയർ ചെയ്യുന്നത് പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അത് അന്തസ്സായിട്ട് ചെയ്തുകൂടെ? ഇത്രയും ഡിസ്പ്യൂട്ടിൻ്റെ ആവശ്യം എന്താണ്? ദീപ്തി മേരി ഒഴിവാക്കിയെന്നിരിക്കട്ടെ, ഈവൻ ദെൻ അന്തസ്സായിട്ട് ചെയ്തുകൂടെ അത്? ഇത് റോഡിലിറങ്ങി വഴക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് ചാനലുകളൊക്കെ എത്ര ചർച്ച ചെയ്ത് ഈ വിഷയം. ഇപ്പം ശ്രീമാറിയേട്ടൻ ഉപയോഗിച്ചൊരു വാക്ക് അവനവനിസമാണ്. സത്യത്തിൽ ദീപ്തിയോട് ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മേയറാകാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മേയറാകുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവർ ആ അവനവനിസം കാണിച്ചാൽ മതിയായിരുന്നു. ആ അവനവനിസം കാണിച്ചിരുന്നുവെങ്കിൽ ഇവർ ഇച്ചിരൂടെ കുഴഞ്ഞേനെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഒരു ദീപ്തി മേരി വർഗീസിനെ പോലെ സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ മേയറായിട്ട് താല്പര്യമില്ല. കാര്യം അവർ ചിലപ്പം അവർക്ക് തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു ലേഡിയാണ്. അവർ തീരുമാനങ്ങൾ ചിലപ്പം തന്നെ എടുക്കും. അങ്ങനെ വരുമ്പം DCC പ്രസിഡന്റ് ആയാലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്ത് നേതാക്കന്മാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് സ്ട്രോങ് മേയർ വേണ്ട എന്നുള്ളൊരു ധാരണ കോൺഗ്രസിനകത്ത്, ഇവരുടെ ഗ്രൂപ്പിനകത്ത്, ശ്രീമാറിയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പെട്ടെന്നുണ്ടാകുന്ന ഗ്രൂപ്പ്. ആ പെട്ടെന്നുണ്ടാകുന്ന ഗ്രൂപ്പ് ഈ ഗ്രൂപ്പാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് സ്ട്രോങ് മേയറെ വേണ്ട എന്ന് പറയുന്ന ആ ആസ്പെക്ട് അവിടെ നിൽക്കുമ്പോഴും ഇപ്പം മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളെ വീക്കാക്കി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ മെറിറ്റ് എനിക്ക് അറിയില്ല. അവരുടെ മെറിറ്റ് അറിയാത്തത്തോളം കാലം അവരെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല. 4 ടേം കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവർ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. ഈ പറയുന്ന പോലെ ദീപ്തിയെ പോലെ അങ്ങനെ അറിയപ്പെടുന്ന നേതാവല്ല, അറിയാമായിരിക്കും. ഞാനതാ പറഞ്ഞത്. നോക്കൂ, മിനിമോക്കെതിരെ പറയുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ പറഞ്ഞത്. ദീപ്തി മേരി വർഗീസിനെ അവോയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, അവരെ സ്നബ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസൺ എന്നുള്ളതാണ് ചോദ്യം. ഇവർക്ക് ഒരു റീസൺ ഉണ്ടല്ലോ. 2 പേരെ ഇപ്പം തന്നെ തിരഞ്ഞെടുക്കുന്നു. ഇതിനിടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താ? ലത്തീൻ സഭ അത് പറയുന്നു, ലത്തീൻ സഭയുടെ മറ്റൊരു ഗ്രൂപ്പ് ഇങ്ങനെ പറയുന്നു. ഇതിനൊക്കെ വഴങ്ങിക്കൊടുത്തുകൊണ്ടാണോ മുന്നോട്ട് നീങ്ങേണ്ടതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സംസ്ഥാനത്ത് ഒരു പാർട്ടി അധികാരം ഏൽപ്പിച്ചു കഴിയുമ്പം ജനങ്ങളാണ് അവരെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഒരു സഭയൊന്നുമല്ല വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രുതി പറഞ്ഞിരുന്നു. ഇഴവ പ്രതിനിധിയാണ്, ലത്തീൻ സഭയല്ല. അല്ല, അതൊക്കെ പോട്ടെ, എൻ്റെ പ്രശ്നമേ അതല്ല. മിനിമോള് ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. അവരല്ല എൻ്റെ ഡിബേറ്റ് പോയിന്റ്. കോൺഗ്രസിനകത്തോട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇടപെടുന്നു എന്നുള്ളൊരു ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിൽ. അത് പ്രബലൻ്റായിട്ട് അത് പല ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. താങ്കൾ തന്നെ സൂചിപ്പിച്ച് നോക്കൂ, അബിൻ വർക്കി എങ്ങനെയാണ് പുറത്തായത്? അബിൻ വർക്കി ക്രിസ്ത്യാനി ആയതുകൊണ്ട് പുറത്തായി പോയതാണ് അല്ലേ? സത്യമല്ലേ? നമ്മൾ തന്നെ ആ ചർച്ചയ്ക്കകത്ത് ഇരുന്നിട്ടില്ലേ? എന്തായിരുന്നു ചെറുപ്പക്കാരൻ്റെ അയോഗ്യത? അയാൾ ക്രിസ്ത്യാനി ആയിരുന്നു എന്നുള്ള. ഇപ്പം മാത്യു കൊളനാടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മാത്യു കൊളനാടനും കൂട്ടരും കൂടെ ചേർന്ന് വെട്ടിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത് അതിനകത്ത്. അപ്പൊ അതിനർത്ഥം എന്താണ്? സമുദായ സമവാക്യമല്ല കാരണമെന്നല്ലേ ശ്രീലാൽകുമാർ? അത് പുറമേക്ക് പറയുന്നതല്ലേ? എങ്ങനെ ഈ പുറത്തേക്ക് പറയുന്നതല്ലേ സമുദായ സമവാക്യം എന്നുള്ള കാരണം? യഥാർത്ഥ കാരണം മറ്റു ചിലതല്ലേ? സമുദായ സമവാക്യമാണോ ഇല്ലയോ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വിഷയമല്ല അത്. പക്ഷെ ഇവരുടെ ഭാഗത്ത് അതുണ്ട്. ഇപ്പം
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. മാത്യു കുഴൽനാടൻ പറയുന്ന ഒരു കാര്യം, മാത്യു കുഴൽനാടൻ പല കാര്യങ്ങളും പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഇത് പറയാനുള്ള യോഗ്യത എന്താണെന്നുള്ള അടുത്ത ചോദ്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ കാര്യം എടുക്കുമ്പം മേ ബി റിലീജിയസ് റീസൺസ്, സബ് കാസ്റ്റ് റീസൺസ് ഒക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ അത് ഇവരെ പ്രിഡോമിനൻ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ അത് സംഭവിച്ചതാണ്. ബെന്നി ബെഹനാന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്ന് നമ്മൾ കണ്ടതാണ്. അതെങ്ങനെ ഒരു പാർട്ടിയെ ഡ്രൈവ് ചെയ്യപ്പെടുന്നു, അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആണോ ഇല്ലയോ എന്നുള്ളതല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ്. ആ ചർച്ചയെ ഡിസ്കാർഡ് ചെയ്ത് കളയാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അവനമിനിസം എന്ന് പറഞ്ഞൊരു കാര്യം ഇതിപ്പോൾ അടുത്ത ലെവലിൽ ഇത് തന്നെ നടക്കത്തില്ലേ? ഇവിടെ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദീപ്തി മേരി വർഗീസിന് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലുള്ളവർ ഏതൊരു ഗ്രൂപ്പുകാരെല്ലാം കൂടെ വെട്ടി. അത് VD സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് വെട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം മാത്യു കുഴൽനാടൻ സംസാരിക്കുന്നത് എന്തിനാണ്? മാത്യു കുഴൽനാടൻ ഇന്ന് സംസാരിച്ച ദീപ്തി മേരി വർഗീസിന് വേണ്ടിയിട്ടാണ്. ദീപ്തി മേരി വർഗീസ് അവിടെ മേയർ ആണെന്നുള്ള ആഗ്രഹം എനിക്കുള്ള ഒരാളാണ്. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും അവർ മേയറായിട്ട് വരട്ടെ എന്നുള്ള ഒരു വ്യക്തിപരമായ ഇൻട്രസ്റ്റ് എനിക്കുമുണ്ട്. അതവിടെ വേറൊരു വിഷയമാണ്. കുഴൽനാടൻ പറയുന്നത് എന്താ? കുഴൽനാടൻ പറയുന്നത് KC വേണുഗോപാലിന്റെ പൊസിഷനാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് VD സതീശന്റെ ഗ്രൂപ്പാണ്. ഈ വെട്ടാണ് അവിടെ നടന്നത്. പിന്നെ ഗ്രൂപ്പില്ല. അതാണ് കോൺഗ്രസ് കേഡറായി. ഇതെല്ലാം എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ പറ്റത്തില്ല. നിങ്ങൾ അവനമിനിസം എന്ന് പറഞ്ഞ സാധനം ശ്രീകുമാറിയേട്ടൻ പറഞ്ഞ കണ്ടൻഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ശ്രീകുമാറിയേട്ടൻ പറഞ്ഞാണ്, ഈ അവനമിനിസം കോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ അവനമിനിസം അല്ലാതെ ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ സ്മൃതി ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയത്തിനകത്ത് ഇവർക്ക് വ്യക്തി താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സംസ്ഥാന താല്പര്യം എന്നുള്ളത് പോട്ടെ, പാർട്ടി താല്പര്യങ്ങൾ പോലും പല ഘട്ടത്തിലും ഇല്ല എന്ന് നമ്മൾ വിമർശിക്കുമ്പം ഇവരുടെ ആൾക്കാരല്ലേ, ശ്രീമാറിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നത്, കോൺഗ്രസ് അതൊക്കെ മാറിപ്പോയെന്ന് ശ്രീമാറിയേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ആ ആൾ തന്നെയാണ് ഇന്ന് ഈ ശ്രീമാറിയേട്ടൻ ചെറിയ ആളല്ലേ കേട്ടോ, AK ആന്റണിയെ നേരിട്ട് ഫോൺ വിളിക്കാൻ ശക്തിയുള്ള ഒരാളാണ്. ആ ആളാണ് പറയുന്നത് അവനമിനിസം നടക്കുന്നതെന്ന്. ഈ അവനമിനിസം ഈ കൊച്ചി മേയർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ നടന്നാൽ അടുത്ത ഘട്ടത്തിൽ വേറൊരു ലെവലിലേക്ക് നടക്കത്തില്ല എന്ന് കരുതുന്നുണ്ടോ? ഉറപ്പാ ഉത്തരവാദിത്തത്തോടുകൂടി ഇവർക്ക് ഒരു കാര്യം നടത്താൻ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അനുകൂലമായ സാഹചര്യം, ഭരണവിരുദ്ധ വികാരം എന്ന വിലയിരുത്തലുകൾക്കിടയിൽ ഇത് അവനവന്റെ പാർട്ടിയെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ തുടക്കത്തിലുണ്ടാകുന്നത്? അതുവഴി ഏതെങ്കിലും നേതാക്കളെ വെട്ടി മുകളിലെത്താൻ അങ്ങനെ മുഖ്യമന്ത്രി കസേര ലാക്കാക്കിയുള്ള പ്രവർത്തനത്തിന് തുടക്കമാണോ കൊച്ചിയിൽ കണ്ടത് എന്ന ചോദ്യം കൂടി വരികയാണ്. ശ്രീ നിസാം സെയ്ദ്, പലതവണ പരിഗണിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട പേരാണ് ദീപ്തി മേരി വർഗീസിന്. 2021 ആറന്മുള നിയമസഭാ സീറ്റിൽ അവരുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. മാർത്തോമാ സഭയുടെ പിന്തുണയും ദീപ്തിക്കുണ്ടായിരുന്നു. പക്ഷേ ആ പേര് വെട്ടി ശിവദാസൻ നായർ മത്സരിക്കുന്നു, അവിടെ വീണ ജോർജ് ജയിക്കുന്നു. അതാണ് നമ്മൾ 2021 കണ്ടത്. 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ദീപ്തി മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അവിടെ ഉറപ്പായിട്ടും ഉമാ തോമസിനാണല്ലോ സീറ്റ് നൽകിയത്. അങ്ങനെയുള്ള കാര്യം. പിന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും അവരുടെ പേര് പറഞ്ഞു കേട്ടു. പക്ഷേ ഇപ്പോൾ MP സ്ഥാനം, രാജ്യസഭാ MP സ്ഥാനം തുടരുന്ന ജെബി മേത്തർ തന്നെ ആ സ്ഥാനത്ത് തുടരുകയാണ്. അങ്ങനെ പല തവണകളിലായി ആ പേരിങ്ങനെ വെട്ടിമാറ്റപ്പെടുകയാണ്. അതിന് പിന്നിൽ എന്തായിരിക്കും? സ്മൃതി, കേരളത്തിൽ ഏതാണ്ട് 700ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഈ 700 സ്ഥാപനങ്ങളിലും അധ്യക്ഷന്മാരെ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ചർച്ചകളുണ്ടാകും. ആ ചർച്ചകളിൽ പലവിധമായ പരിഗണനകളുണ്ടാകും. പ്രാദേശികമായ പരിഗണനകളുണ്ടാകും. സാമുദായികമായ സന്തുലനം നിലനിർത്തേണ്ട തർക്കങ്ങളുണ്ടാകും. എല്ലാ പാർട്ടികളിലും ഇതൊക്കെ ഉണ്ടാവും. ഏറിയും കുറഞ്ഞും മാർക്സിസ്റ്റ് പാർട്ടിയിലും BJPയിലും ഒക്കെ ഈ ചർച്ചകൾ പലതലത്തിൽ നടക്കുന്നുണ്ട്. അവിടെയൊന്നും തീരുമാനങ്ങളായതായി നമുക്കറിയത്തില്ല. കേരളത്തിൽ കോൺഗ്രസിനുള്ളിലും തീരുമാനമുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിലെ തീരുമാനങ്ങൾ പൊതുജന മധ്യത്തിൽ ജനങ്ങൾ അറിയും. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ രഹസ്യങ്ങൾ ഒളിക്കാൻ കഴിവുള്ള പാർട്ടി അല്ലാത്തതിനാൽ കോൺഗ്രസിലെ തർക്കങ്ങൾ പൊതുജന മധ്യത്തിൽ അറിയും. ആ തർക്കങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടാകും. ജനങ്ങൾക്ക് കുറെ കൂടി സുതാര്യമായ തീരുമാനങ്ങളും ഉണ്ടാകും. ദീപ്തി മേരി വർഗീസ് സ്വാഭാവികമായും ഈ കൊച്ചി മേയറാകാൻ യോഗ്യയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസ് മാത്രമാണ് അതിന് യോഗ്യത ഉള്ള ഒരാൾ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ദീപ്തി മേരി വർഗീസിനെ പോലെ തന്നെ യോഗ്യതയുള്ള ആളുകളാണ് അവിടെ പരിഗണിക്കപ്പെട്ടത്. ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മിനിമോള് 4ാമത്തെ പ്രാവശ്യം തുടർച്ചയായി കൗൺസിലറാകുന്നയാളാണ്. ഈ പ്രാവശ്യം ഒരു ജനറൽ വാർഡിൽ നിന്ന്, വനിതാ വാർഡിൽ നിന്ന് ഒരു ജനറൽ വാർഡിൽ നിന്ന് കൗൺസിലറായയാളാണ്. കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റി ചെയർമാനാകേണ്ട അവസരമൊക്കെ നഷ്ടപ്പെട്ടയാളാണ്. പക്ഷേ വളരെ കൃത്യമായി അവർക്ക് കിട്ടേണ്ട കാലാവധി കുറഞ്ഞു കിട്ടിയിട്ട് പോലും അവർ രാജിവെക്കേണ്ട ഘട്ടത്തിൽ കൃത്യമായി രാജിവെക്കുകയും പാർട്ടി മര്യാദകളെല്ലാം കൃത്യമായി പാലിക്കുകയും ഒക്കെ ചെയ്തയാളാണ്.
പിന്നെ സമുദായ പരിഗണനകളുടെ പേര് പറഞ്ഞു. അവർ ലത്തീൻ കത്തോലിക്കരുടെ പിന്തുണ കൊണ്ടാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അവർ പറയേണ്ടി വരുന്ന മോശമാണ് എങ്കിൽ പോലും അവർ ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യമായ വിവാഹം പോലെ ഒരു കാര്യത്തിൽ പോലും ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് ബിനിമോൾ. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മതജാതി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നോ നോമിനിയാണെന്നോ എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. പിന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ എല്ലാ സാധ്യതകളും ഇതോടുകൂടി അടഞ്ഞു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദീപ്തി മേരി വർഗീസ് ഇനിയും പുതുതായി പരിഗണിക്കപ്പെടാനുള്ള പല വേദികളും ഉണ്ടാവും. അവർ അല്ലെങ്കിൽ തന്നെ ദീപ്തി മേരി വർഗീസ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ പദവിയൊന്നുമല്ല. ആ ചെറിയ പദവിയിൽ എത്താൻ കഴിയാത്ത പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള അത്തരം പദവികളിൽ എത്താൻ കഴിയാത്ത ഒട്ടേറെ ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. ആ ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിജയമുണ്ടാകുന്നത്. പിന്നെ കോൺഗ്രസിലെ അന്തഛിദ്രത്തെക്കുറിച്ച്, കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തുന്നു എന്നുള്ള ചർച്ചയൊക്കെ തുടങ്ങിയിട്ട് ഒരു 5 വർഷക്കാലമായി ഈ ലാലുമായിട്ട് 5 വർഷക്കാലമായി ചർച്ച ചെയ്തിരിക്കുന്നു. എല്ലാ ചർച്ചയിലും ലാല് പറയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. നേതാക്കൾ ഇവിടെ അജയ് തറയിൽ, മാത്യു കോൾനാടൻ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾക്ക് ശേഷമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അജയ് തറയിലോട് ചോദിച്ചേ. അജയ് തറയിലൊക്കെ കാലഹരണപ്പെട്ട ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അജയ് തറയിലൊക്കെ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും നേതാക്കൾ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡം എന്താണ്? അതൊരു വല്ലാത്ത പ്രയോഗമായി പോയി. ശ്രീ നിസാം സയ്യിദ്, ഏതുവരെയാണ് കാലം? ഞാൻ കോൺഗ്രസിന്റെ വക്താവായി അല്ല സംസാരിക്കുന്നത്. ഞാൻ പുറത്തു നിന്ന് ഞാൻ കാണുന്ന ഒരു കാര്യം, അജയ് തറയിൽ രാഷ്ട്രീയമായി മറ്റെന്തെങ്കിലും പ്രസക്തി ഇപ്പോഴുള്ളതായി ഞാൻ കാണുന്നു. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു. അദ്ദേഹം പിന്നീട് ദേവസ്വം ബോർഡ് അംഗമായി. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു റോളുള്ളതായോ പ്രസക്തി ഉള്ളതായോ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വാർത്തകളിൽ എത്താനുള്ള ഏക മാർഗം ഇത്തരം തർക്കങ്ങളിൽ ഒരു ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ അഭിപ്രായം പറയുക മാത്രമാണ് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ പ്രതികരിച്ചാൽ, നേതൃത്വത്തിനെതിരെ പ്രതികരിച്ച പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? സ്മൃതി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സ്മൃതി എന്നെ തടസ്സപ്പെടുത്തരുത്. ഈ ജാതി മത ചിന്തകൾ കോൺഗ്രസിൽ ഇടപെടുന്നു എന്നൊക്കെ ലാൽകുമാർ വളരെ വിശദമായി പറയുന്നത് കേട്ടു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികൾക്കും അതിൽപ്പെട്ട എല്ലാ MLA-മാർക്കും 2.5 വർഷമെങ്കിലും മിനിമം മന്ത്രിയാകാനുള്ള അവസരം കൊടുത്തു. മന്ത്രിയാകാതെ പോയ ഒരൊറ്റയാളേ ഉള്ളൂ, അത് കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിക്ക് പല പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടും ഇടതുപക്ഷ മുന്നണിയിൽ പ്രവേശനം കൊടുക്കുന്നില്ല. സ്കറിയ തോമസിൻ്റെ പാർട്ടി പോലും ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ആരെങ്കിലും ഉള്ളതായി സ്മൃതിക്കറിയാവോ? സ്കറിയ തോമസിന്റെ പാർട്ടി പോലും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഉള്ള പിന്തുണയേക്കാൾ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം കോവൂർ കുഞ്ഞുമല്ലേ? എന്തുകൊണ്ട് കോവൂർ കുഞ്ഞുമോൻ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അംഗമാകുന്നില്ല? 2.5 വർഷം പോലും മന്ത്രിയാകില്ല. ഒറ്റ കാരണമുള്ളൂ, അയാൾ ദളിതനാണെന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം. കേരളത്തിലെ മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റയാൾ എന്നുള്ള വസ്തുത സ്മൃതിക്കരാവുന്നല്ലേ? ചരിത്രത്തിൽ ആദ്യമായി പട്ടികവർഗ വിഭാഗത്തിൽ ഇതിനു മുമ്പ് മന്ത്രി ഉണ്ടായിട്ടുണ്ട്. ജയലക്ഷ്മി ഉണ്ടായപ്പോൾ AP അനിൽകുമാർ പട്ടികജാതി വർഗത്തിൽ നിന്ന് മന്ത്രിയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റ മന്ത്രി പോലും ഇല്ലാത്ത കേരളത്തിലെ അതായത് ദളിതരെ വിഭാഗപ്പെട്ട ആളുകളെ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അതിന് ലാൽകുമാർ മറുപടി പറയും. അതല്ല, പക്ഷേ അങ്ങ് പറയുന്ന പോലെ കോൺഗ്രസിൽ ജാതിമത സമവാക്യങ്ങളെ നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ? ജാതിമത സമവാക്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണല്ലോ അല്ലേ? ജാതിമത സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന്റെ സന്തുലിതാവസ്ഥ പരിഗണിച്ചുകൊണ്ട് നിലപാടുള്ള വൈകിയ വേളയിൽ CPM പരീക്ഷിക്കാൻ തുടങ്ങി.
ഇല്ല, അതുകൊണ്ടാണല്ലോ ജാതി അല്ല കേരളത്തിൽ പട്ടിക വിഭാഗക്കാരെ ഒഴിച്ചു നിർത്തുന്ന ആളുകളാണ്, ഈ സാമൂഹിക സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ആളുകളാണ് കോൺഗ്രസിനകത്ത് ജാതിമത ചിന്തകളുണ്ടെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം കോൺഗ്രസിലെ തർക്കം ഇവിടെ CPM പറഞ്ഞതല്ല ശ്രീ നിസാം സയ്യിദ്, അതാണ് ഇതിലെ വിഷയം. ഇതിലെ തർക്കം ആരാണ് പറഞ്ഞത്? കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. കോൺഗ്രസ് നേതാക്കളാണ് പറഞ്ഞത്. ഇവിടെ MLA ആയ മാത്യു കോൾനാടനും മുതിർന്ന നേതാവായ അജയ് തറയിലുമാണ് പ്രതികരിച്ചത്, അല്ലേ? ഇതിപ്പോ നമ്മള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമെന്ന് കരുതി കുറേയേറെ ദിവസം പല ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്തു. ഫലം വന്നപ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് ഫലത്തെ ബാധിച്ചതായി സ്മൃതിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇത്തരം വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി ഒരു നിലപാടെടുത്തു, അല്ലെങ്കിൽ നേതൃത്വം ഒരു നിലപാടെടുത്തുകൊണ്ടല്ലേ അത് വിലപ്പോവാതിരുന്നത്? നിലപാടെടുത്തു കഴിഞ്ഞു, പാർട്ടി പുറത്താക്കി കഴിഞ്ഞു, 3 ദിവസം നിങ്ങൾ അത് ചർച്ച ചെയ്തു. ശരി, യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യം. ആയിക്കോട്ടെ, അയാളെ ഒളിവിലാണ് സംരക്ഷിക്കുന്നത്, ചർച്ചയൊക്കെ നടക്കുന്നേ, അതൊക്കെ നടക്കും. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ 3-4 ദിവസത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ നേതാക്കൾ തീരുമാനിച്ചാൽ ഈ ചർച്ച ഇവിടെ തീരും കേട്ടോ. ശ്രീ നിസാം സയ്യിദ്, നിങ്ങളുടെ നേതാക്കൾ തീരുമാനിച്ച ഈ ചർച്ച ഇന്നത്തോടെ നേതാക്കൾ തീരുമാനിച്ചു, ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അന്തിമമാണെന്ന് AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പറയുന്നു. അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ദുരുദ്ദേശമല്ലാതെ ഈ വിഷയം എല്ലാ പാർട്ടികളിലും ഉണ്ടാകുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ വിമർശനം ഈ വിഷയത്തിൽ എവിടെയും വന്നതായി കണ്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെയുള്ള വിമർശനമാണ് ശ്രീ നിസാം സയ്യിദ് പറഞ്ഞ. അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, നിസാം സയ്യിദിൻ്റെ ഒരു പ്രത്യേകത, നിസാം സയ്യിദ് ഈ ചർച്ചയിൽ നിന്നല്ല, പൊതുവെ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പം കോൺഗ്രസിനെ എതിർത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കോൺഗ്രസിന് പുറത്തിറങ്ങി നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷനാവും. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പറയും. ഇതല്ലേ നിസാം സയ്യിദ് കൊണ്ടിരിക്കുന്നത്. ലാൽകുമാർ ഇന്ന് ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ CPM സഹയാത്രികനല്ല എന്ന് പറഞ്ഞാൽ ഏതേലും മനുഷ്യൻ ഈ നാട്ടിൽ വിശ്വസിക്കുമോ? CPM പറയുന്ന കാര്യത്തിൽ ചില കാര്യത്തിനോട് എനിക്ക് എതിർപ്പ് കാണാം, ശരി. പക്ഷേ ഞാൻ അതിന് ഒറ്റ പൊസിഷനിൽ ഞാൻ പുറത്തിറങ്ങുക, അത് കഴിഞ്ഞ് അകത്ത് കയറി ഇതെന്നെ അന്യൻ സിനിമയോ? ഒരു മര്യാദയൊക്കെ ഉണ്ട്. അജയ് തറയിൽ എന്ന് പറഞ്ഞൊരു നേതാവ്, നിങ്ങളുടെ നേതാവിനെ KPCC പ്രസിഡന്റ് തള്ളിയിട്ടുണ്ടോ? നിസാം സയ്യിദ് അല്ലല്ലോ തള്ളേണ്ടത്, KPCC പ്രസിഡന്റ് തള്ളണ്ടേ? അജയ് തറയിൽ കാലകരണപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾ ഇറങ്ങി പോടോ. നിക്ക്, ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ വേണ്ടിയില്ലല്ലോ. ഞാൻ പറയട്ടെ. നിങ്ങൾ പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. KPCC അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ. നിസാം ഒന്ന് പെടക്കാൻ നിൽക്ക്. നിസാമേ ഞാൻ പറയട്ടെ. നിസാം എന്തിനാ ഇത്ര പെടയ്ക്കുന്നത്? ഞാൻ പറയട്ടെ. അജയ് തറയുടെ വാക്കിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ വാക്കിന് പ്രസക്തി ഉണ്ട്. നമ്മളത് ഡിബേറ്റ് കോട്ട് ചെയ്യും. അത് പിന്നെ ഒറ്റയടിക്ക് അന്നാ ഇങ്ങേറെ വാക്കിന് പ്രസക്തിയില്ല. അന്ന് എനിക്ക് പറയാമല്ലോ, ആന്റണി അകത്ത് കയറിയിരിക്കുകയാണ്, ആന്റണിയുടെ വാക്കിന് ഒരു വിലയില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ സമ്മതിക്കുമോ? പറയോ? ഓരോരുത്തരുടെ കാര്യം എടുത്ത് ഞാൻ പറയട്ടെ. എടുക്കാച്ചിരക്കായെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കെതിരെ ഒരു കാര്യം വരുമ്പം അയാൾ എടുക്കാച്ചിരക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രാഷ്ട്രീയമാണോ? അതിനെന്ത് മര്യാദയുള്ള രാഷ്ട്രീയമാണോ? പിന്നെ താങ്കൾ അടുത്ത പറഞ്ഞത് LDFന് ദളിത് മന്ത്രിയില്ല. രാധാകൃഷ്ണൻ എന്നാ ചന്ദ്രനിൽ നിന്നാണോ വന്നത്? K. രാധാകൃഷ്ണൻ ഇപ്പം ആലത്തൂരിലെ MP ചന്ദ്രനിൽ നിന്നാണോ വന്നത്? മന്ത്രിയായിരുന്നു. നിസാം അങ്ങോട്ട് നിക്ക്. എനിക്ക് നിസാമിന്റെ ബോധ്യം വേണ്ട. ഞാൻ പറയട്ടെ. നിസാമിന് നിൽക്കാൻ എനിക്കറിയാൻ. പറയണ്ട, ഞാൻ എന്തോ പറയുന്നത് എനിക്കറിയാം കേട്ടോ. നിസാമിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട. രാധാകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ കോവൂർ കുഞ്ഞുമോനെയാക്കി, സോറി ഇത് വയനാട്ടിൽ നിന്നുള്ള ആളാക്കി, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ ആക്കി. അതിനിപ്പോ എന്താ തെറ്റ്? നിങ്ങൾക്ക് അതിനിത്ര ചൊറിച്ചില്? നിങ്ങളുടെ സൗകര്യം വേണ്ടാന്നേ. CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരാളെ മന്ത്രിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് KPCCന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും, ഇഷ്ടമുള്ള ആൾക്കാരെ ആക്കും. അതിനകത്തൊരു പ്രതിഷേധം ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ ദളിതനെ ആക്കിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഒരു സ്വരം ഉയർന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളായിരുന്നുണ്ടല്ലോ, നിങ്ങൾ റോഡിലിറങ്ങി ബേളം ഉണ്ടാക്കി ലോകത്തുള്ളതെല്ലാം ചെയ്തേനെ. ഇവിടുത്തെ ആർക്കാ പ്രശ്നം? ഇതിനകത്ത് ആരാ പറഞ്ഞത്? നിങ്ങൾ എടുക്കലേ ഈ പറഞ്ഞ CPIMനകത്ത് അങ്ങോട്ട് പ്രശ്നമുണ്ട്. CPIMൽ മാർജിനലൈസ്ഡ് ആണ് ദളിത് ആദിവാസി വിഭാഗം. നിങ്ങളടക്കം ആരാ പറഞ്ഞേ?
ചുമ്മാ നിങ്ങൾക്ക് ഒരു ഡിബേറ്റ് രക്ഷപ്പെടാനായിട്ട് ശരി, ചെണ്ടകൊട്ടി ഞങ്ങൾക്കിടയിൽ ഇതാ പ്രശ്നം എന്ന് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും അത് വ്യക്തിപരമായി എടുക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ഈ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് പ്രധാന ഘടകമെങ്കിൽ അത് തെളിയിക്കേണ്ടി വരും എന്ന് പറയുന്നത് മാത്യു കോൾനാടനാണ്. അങ്ങനെ പറയാൻ ഉള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് മുകളിൽ നിന്ന് കൊടുത്ത ധൈര്യമായിരിക്കണമല്ലോ. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വി ഡി സതീശനാകുമോ എന്ന ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. അങ്ങനെയല്ല, സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നതിൽ അപ്പുറത്ത് കെ സി വേണുഗോപാലിന് പ്രധാന പങ്കുണ്ട്. അപ്പോൾ കെ സി തീരുമാനിക്കും ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ആർക്കാകും ഭൂരിപക്ഷം എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണോ? അപ്പോൾ അങ്ങനെ മാത്യു കോഴനാടൻ പറഞ്ഞതിനെ അങ്ങ് എങ്ങനെ കാണുന്നു ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഇത് കോൺഗ്രസ് ആണ് പാർട്ടി. കോൺഗ്രസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നേതാക്കൾക്കും അവരുടേതായൊരു പവർ പൊളിറ്റിക്സ് അവർ കളിക്കും. അപ്പോൾ അക്കാര്യത്തിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി താല്പര്യം പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ അവർ ചിലപ്പോൾ പരസ്യമായി പ്രതികരിച്ചെന്നിരിക്കും. ഇന്ന് KPCC വൈസ് പ്രസിഡൻ്റാണ് മാത്യു കോഴനാടൻ. അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ KPCC വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് ഈ ചാനൽ ആക്ടിവിസം വളരെ സജീവമായി നിൽക്കുന്ന കാലത്ത് ഈ പറയുന്ന നേതാക്കളാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഏത് രീതിയിലാണ് പ്രവർത്തകരും ജനങ്ങളും എടുക്കുക എന്നുള്ളത്. അത് വേറൊരു വശമാണ്. ഇവിടെ എറണാകുളത്തെ സ്ഥാനാർത്ഥികളുടെ ജാതി മതമൊന്നും ഇവിടെ നിശ്ചയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ പറഞ്ഞ ന്യായീകരണമൊന്നും അല്ല സത്യത്തിൽ. അത് എറണാകുളത്തുള്ളവർക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്നുള്ളത്. ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നമ്മളിവിടെ പറഞ്ഞതൊന്നും അല്ല യാഥാർത്ഥ്യം. അതോടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. ഇവിടെ സ്മൃതി ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച്. പാർലമെൻ്ററിയിലെ പാർട്ടിയിലത്തെ ഭൂരിപക്ഷം ചില ഘട്ടങ്ങളിൽ അനിവാര്യമാണ്, ചില ഘട്ടങ്ങളിൽ അത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കും. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ മേയറെ കുറിച്ചാണല്ലോ ചർച്ച. ഇവിടെ മിനിമോൾ എന്ന മേയർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ നമ്മുടെ CPIയുടെ പ്രമുഖയായ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി അവരെ ശ്ലാഘിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. റിപ്പോർട്ടർ ചാനലൊക്കെ അത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മിനിമോളെക്കുറിച്ച് അവർക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മേയറായിട്ട് വരുമ്പോഴല്ലേ കാര്യം അറിയുക. ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രനെ മേയറായിട്ട് കൊണ്ടുവരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദ ഹിന്ദു പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ വലിയൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. വളരെ അപൂർവമായിട്ടാണല്ലോ ഹിന്ദുവിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ ഒരു ഫീച്ചർ വരിക. ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചു? അവിടെ BJP അല്ലേ അവിടെ കേവല ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നേടിയത്. അപ്പോൾ അതൊന്നുമല്ല രാഷ്ട്രീയത്തിൽ വിഷയം, അതൊന്നുമല്ല. നന്നായി ഭരിക്കുക എന്നുള്ളതാണ്. അത് മിനിമോൾ നന്നായി ഭരിച്ചു കാണിക്കുമ്പോൾ അത് മറ്റു കാര്യം. ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞത്. ദീപ്തി മേരി വർഗീസ് പറഞ്ഞിട്ടില്ല അവരാണ് മേയറെന്ന്. സോഷ്യൽ മീഡിയ അവരാണ് മേയറെന്ന് പറഞ്ഞു. ചാനൽ നമ്മുടെ ലേഖകരും പറഞ്ഞു. ഇപ്പോൾ തൃശ്ശൂർ ഞാൻ പറയാം, ഇന്നത്തെ ചാനൽ വാർത്തകളാണ്. അവിടെ ഒരു ശ്രീമതി ലാലി ജെയിംസ് എന്നുള്ള ഒരു വനിതാ കൗൺസിലറുണ്ട്. അവരെ മേയറാക്കണമെന്ന് കൗൺസിലർമാർ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇന്നൊരു യോഗമേ നടന്നിട്ടില്ല. അവിടെ മിനിഞ്ഞാന്നാണൊരു യോഗം നടന്നത്. ആ യോഗത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്? ചാനൽ ലേഖകരുടെ ഒരു ആക്ടിവിസമാണത്. അതുമാത്രമല്ല, ഒരു ബന്ധവുമില്ലാത്ത 3 വനിതാ കൗൺസിലർമാരുടെ പേര് നിരന്തരം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു. എന്താ കാരണം എന്നറിയാമോ? അവർ 3 പേരും നായർ സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു നായർ സമുദായത്തിൽപ്പെട്ടവരാണ് തൃശ്ശൂർ മേയർ. പിന്നെ അവരുടെ 3 പേരുടെ പേരായി. അവർ തന്നെ ഞെട്ടിപ്പോയി. പുറത്തു വരാൻ പോകുന്ന പേരൊക്കെ പാർട്ടി തീരുമാനിക്കാതെ അവിടെ നിൽക്കട്ടെ. പിന്നെ വേറെ ഇവിടെ സജീവം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്തസ്സോടെ തീരുമാനിക്കാൻ പറ്റിയില്ല. അത് അന്തസ്സോടെ തീരുമാനിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് 2 3 നേതാക്കളാണ് അഭിപ്രായം പറഞ്ഞത്. തെരുവിലല്ല പ്രശ്നം ഉണ്ടായത്. തെരുവിലാരും പന്തം കൊളുത്തിയില്ല. തെരുവിലാരും ഡിവിഷനിലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രകടനം നടത്തിയില്ല. ആ സെമി കേഡർ സ്വഭാവം ഇന്ന് കോൺഗ്രസിലുണ്ട്. അതുപോലെയാണോ അപ്പുറത്ത്? ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, എന്തൊരു ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. എന്തുകൊണ്ട് തോറ്റു എന്നതിന് പകരം ശ്രീ സജീവൻ ഇവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 1000 രൂപ. അതാണ് പ്രശ്നം. ഈ ഇന്നലത്തെയോ മിനിങ്ങാന്നത്തെയോ CPMൻ്റെ മുഖപത്രത്തിൻ്റെ 1ാമത്തെ പേജിലൊരു പടമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇലക്ഷൻ കാലത്ത് കൊടുക്കുന്ന പട. ഏതെങ്കിലും ഒരു അമ്മൂമ്മയോ ഒരു സ്ത്രീയോ ഒരു വീട്ടമ്മയോ നോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന പടമാണ്, ചീട്ടിങ്ങനെ പിടിക്കുന്ന പോലെ.
അപ്പോൾ നോട്ട് എണ്ണുമ്പോൾ ഈ പടം ഇവർ എന്തിനാണ് കൊടുക്കുന്നത്? നോട്ടാണ് വോട്ടറെ കീശയിലാക്കാൻ എന്നുള്ളതിൻ്റെ സൂചനയല്ലേ? ഇന്നലത്തെയാണോ മിനിങ്ങാന്നത്തെയാണോ CPM-ൻ്റെ മുഖപത്രം എടുത്തു നോക്കിയപ്പോൾ തന്നെയാണ് ആ പടം കാണാം. അപ്പോൾ ഇവിടെ സജീവൻ പറയുമ്പോൾ, സജീവനെ പോലെയുള്ള CPM അനുകൂലികളെന്ന് പറയുമ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് വോട്ട് മേടിക്കാൻ പറ്റില്ലെന്ന് കേരളത്തിലെ വീട്ടമ്മമാർ ഇപ്പോൾ തെളിയിച്ചു തന്നല്ലോ. അതുകൊണ്ടാണല്ലോ MM മണി പറഞ്ഞത് കാശ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇട്ടുവെച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് തിരുത്തി എന്നാണ് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞാൻ വിചാരിച്ചത് വളരെ വ്യക്തമായ ഉത്തരം ഏതെങ്കിലും ഒന്നിന് കിട്ടുന്നതാണ്. അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഒരു ബന്ധം, ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോ എത്ര കാലമായിട്ട് നമ്മൾ കാണുന്നതാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം 5 മണിക്കാണോ ഫോട്ടോ കാണുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പടം എടുത്ത് പ്രസംഗിക്കരുത്. അദ്ദേഹം പറയണം. അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, പത്മകുമാർ എന്തുകൊണ്ട് ജയിലിൽ കിടക്കുന്നു, നിങ്ങൾ എന്താ തീരുമാനിക്കാത്തത്? അത് ഞാനല്ല പറയേണ്ടതെന്ന്. പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി മറ്റു പല കാര്യങ്ങളിലും പാർട്ടിയിലത്തെ കാര്യങ്ങൾ പറയുന്ന മുഖ്യമന്ത്രി ഇന്ന് പറയാ അക്കാര്യം ഞാനല്ല പറയണ്ടേ, പിന്നെ ആരാ പറയേണ്ടത്? അതുകൂടെ ഒന്ന് പറയണ്ടേ? പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി പറയണ്ടേ? അത് പറഞ്ഞില്ല. ഇനി അതൊക്കെ പോട്ടെ, അത് CPM-ൻ്റെ വിഷയം. പിന്നെ അത് കൂടാതെ ഇവിടെ ശ്രീ ലാൽകുമാർ പറഞ്ഞല്ലോ, അതായത് ഈ നമ്മുടെ ഈ സമുദായത്തിൻ്റെ കാര്യം, ഈ നായർ സമുദായത്തിൻ്റെ പിന്തുണ അയ്യപ്പ സംഘം നടത്തിയപ്പോൾ കിട്ടിയതാർക്കാ? SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നരസിനെ കാറി കയറ്റിയത് ഇന്ന് ന്യായീകരിച്ചില്ലേ നമ്മുടെ മുഖ്യമന്ത്രി? അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ രൂക്ഷമായ രീതിയിൽ റിപ്പോർട്ടർ ചാനൽ അടക്കം ചർച്ച ചെയ്തപ്പം അവിടെ പോയിട്ട് പൊന്നാട് കൊടുത്തില്ലേ മുഖ്യമന്ത്രി? അപ്പം ആരെക്കുറിച്ചാണ് ഈ ശ്രീ അഡ്വക്കേറ്റ് ലാലെ ഈ പറയുന്നത്? നിങ്ങൾ നോക്കൂ, കോൺഗ്രസ്സിൽ ഒരു മതേതര മുഖമുണ്ടെന്നുള്ള നിലപാടാണ്. ആ നിലപാട് ഇവിടെയുണ്ട്. അത് VD സതീശൻ്റെ കൂടെ ഒരു നിലപാടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ നിലപാടിനാണ് ഇന്ന് വോട്ട് കിട്ടിയത് കേരളത്തിൽ. അത് മനസ്സിലാക്കുക. ഒരു നിലപാടില്ലാത്തൊരു പാർട്ടി ഏത് കാര്യത്തിൽ PM-ശ്രീ പദ്ധതിയാണ്, അതത് സ്വന്തം കാര്യത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, നയങ്ങളുടെ കാര്യത്തിൽ, ലേബർ കോഡിൻ്റെ കാര്യത്തിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ഏത് കാര്യത്തിലാണ് ഒരു നിലപാടുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതല്ലാതെ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിലെ ഈ കൊച്ചി മേയറുടെ ഈ കല്ലുകടി, അതും കൂടെ ഞാൻ പറഞ്ഞു. അവനവനിസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കല്ലുകടി എന്ന് കൂടി പറഞ്ഞു. കല്ലുകടിക്ക് എങ്ങനെയാ? കഞ്ഞി കുടിക്കുമ്പോൾ കല്ല് കടിക്കുമ്പോൾ ആ കല്ലെടുത്ത് പുറത്തിട്ടാൽ ബാക്കി കഞ്ഞിങ് കുടിക്കും, സ്വാദോട് കുടിക്കും. അതുപോലാണ് ഇനി വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നത് എന്താ അറിയോ? 7 ജില്ലാ പഞ്ചായത്തുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് അതാണ് കാര്യം എന്ന് പറയുന്നില്ലേ. ഈ 14 ജില്ലാ പഞ്ചായത്തിൽ 7 UDF-നുള്ളൂ. പക്ഷെ 198 ഡിവിഷൻ അംഗങ്ങളുണ്ട്. CPM-ന് 148 150 കണ്ടേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പം കാലം മാറി. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. നിസ്സാര വോട്ടല്ല, ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അതാണല്ലോ 25 ലക്ഷം വോട്ടർമാർ പുറത്തു പോയപ്പോൾ കോൺഗ്രസ് നോക്കിക്കോളൂ. അത് വലിയ കാര്യമായിട്ട് എടുക്കും. CPM-നെ സംബന്ധിച്ചത് പ്രശ്നമല്ല. കാരണം BJP തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം രസാവഹമായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇത് കൊച്ചിയിലത്തെ കാര്യം നിസ്സാരമാണ്, ആ സംശയമുണ്ട്. പക്ഷേ അതിപ്പോ ഒരു കല്ലുകടിയായി മാറി. പക്ഷേ ശാശ്വതമായ അസ്വസ്ഥത രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ താൽക്കാലികമാണ് എല്ലാം. ശരി, ശ്രീ എ സജീവനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഊഴമാണ്. ശ്രീ എ സജീവൻ അങ്ങേക്ക് മറുപടി നൽകാം. CPM-നേക്കാൾ നല്ല അവസ്ഥയാണ് കോൺഗ്രസിന് എന്നാണ് ശ്രീകുമാർ വാദിച്ചത്. ഇല്ല, CPM-നേക്കാൾ നല്ല അവസ്ഥയാണ് കോൺഗ്രസിന് എന്നുള്ള കാര്യത്തിൽ ശ്രീകുമാറിന് താല്പര്യമുണ്ടാവാം. അങ്ങനെ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF അധികാരത്തിൽ വന്നോട്ടെ, നമുക്കാർക്കും വിരോധമില്ലല്ലോ. അപ്പോൾ ശ്രീകുമാർ എനിക്ക് ചുവപ്പ് പെയിൻ്റ് അടിച്ചു തന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നിറം ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ പെയിൻ്റ് അടിക്കാൻ അദ്ദേഹത്തിന് പറ്റും. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മൂട് താങ്ങേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. എനിക്കങ്ങനെ മൂട് താങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഈ പ്രശ്നം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം, അത് ഈ വിഷയം ഇപ്പോൾ സ്മൃതി എന്തിനാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്? സ്മൃതിക്ക് പെട്ടെന്നൊരു ബോധം തോന്നിയിട്ടല്ലല്ലോ. അവിടെ ഈ ചർച്ച ഇപ്പോൾ ഞാനും ലാൽകുമാറും ഒക്കെ ഈ ചർച്ചയിൽ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് UDF-നെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറയണം, ഞങ്ങൾക്ക് അവരെ ചീത്ത വിളിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഈ വിഷയം ജനങ്ങൾക്കിടയിലേക്ക് ചർച്ചയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവർ കാലഹരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ തൂക്കി നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അജയ് തറയിൽ കാലഹരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇപ്പം AK ആന്റണിയുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് കാര്യം നമുക്കറിയാമല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അവർ കാലഹരണപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വിഷയം അജയ് തറയിലും ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ, മാത്യു കുഴൽനാട് ഉൾപ്പെടെ ഉള്ളവർ ഈ വിഷയമെടുത്ത് ഞങ്ങൾ സമ്മതിക്കില്ല, ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കളി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്
നമ്മളാരുമല്ല അജയ് തറയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു തിളക്കമാർന്ന ജയം അത് കോൺഗ്രസിൻ്റെ മെച്ചം കൊണ്ട് ആളുകളെല്ലാം കൂടി UDFന് ആവേശം കൊണ്ടിട്ട് ഉണ്ടായതൊന്നുമല്ല. ഈ LDFൻ്റെ ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ, അവരുടെ ഭരണത്തിലെ ചില പാളിച്ചകൾ, അതേപോലെ തന്നെ അവർ പല വിഷയങ്ങൾ ഇപ്പം സ്വർണ്ണപ്പാളി പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിടത്തുള്ള കുഴപ്പം, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായ നേട്ടമാണ്. ജനങ്ങൾക്ക് ഒരു ഭാഗത്ത് മടുത്തിട്ട് ഇപ്പുറത്ത് വോട്ട് കുത്തുമ്പോൾ എന്നാൽ പിന്നെ ഇനി അങ്ങോട്ടേക്കുള്ള കാലം മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് വിചാരിച്ച് പരസ്പരം പോരടിക്കുന്നു. അത് ഈ എറണാകുളം കൊച്ചി മേയർ സ്ഥാനത്തിൻ്റെ കാര്യമല്ല, എല്ലാ മൊത്തമായിട്ടിപ്പോൾ ഉള്ള പ്രശ്നം ആർക്കാണ് മേൽക്കൈ കിട്ടാൻ പോകുന്നത് നിയമസഭയിലേക്ക്, അതിനുള്ള കളികൾ ഇപ്പോൾ ഇപ്പോഴേ കണ്ടു തുടങ്ങുന്നുണ്ട്. പല ആളുകളുടെയും നിലപാടുകൾ ഞാനിപ്പോൾ ഓരോരുത്തരും മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ശ്രീകുമാർ പറഞ്ഞ പോലെ അവനവനിസം ഭീകരമായ രൂപത്തിൽ ഉണ്ടായിരിക്കും. അത് നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ഈ വിഷയം കോൺഗ്രസിനെ ദുഷിക്കുന്ന രൂപത്തിൽ ഇവിടെ ചർച്ച ചെയ്തിട്ട് നേട്ടമുണ്ടാക്കി നമുക്കാർക്കും ഒരു നേട്ടം കിട്ടാൻ പോകില്ലല്ലോ. നമ്മളാരും പിടിച്ച് നാളെ MLA നിയമസഭാ സ്ഥാനാർത്ഥി ആക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവർക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇപ്പോൾ ദീപ്തി മേയറായാലും ആര് മേയറായാലും ഇവിടെ നമുക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പ്രശ്നം ഉണ്ടാവുന്നത് ഇവർക്കൊക്കെ തന്നെയാണ്. അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് വെച്ചുകൊണ്ട് ഈ നിസാമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല, മറ്റാരൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കാം. ഇത് നമുക്ക് കണ്ണ് തുറന്നു നോക്കിയാൽ ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ശരി, ശ്രീനിസാം ചെയ്ത് അങ്ങ് മറുപടി നൽകണം. അതായത് CPM-മായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ വികാരം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതല്ലാതെ നേതാക്കൾ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത് തന്നെ. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് കോൺഗ്രസ് വിലയിരുത്തുമ്പോൾ അതുമായി മുന്നോട്ട് പോകാൻ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമാക്കുന്നത് എങ്ങനെയെന്ന ആലോചനകളിലേക്ക് പോകുന്നതിന് പകരം പരസ്യ പ്രതികരണങ്ങളിലേക്കും വിഴുപ്പലക്കിലേക്കും ഒക്കെ പോകുന്നത് എന്താണ് അതിൻ്റെ സൂചനകൾ നൽകുന്നത്? ഇവിടെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലുള്ള തർക്കമൊക്കെ ഇപ്പോഴേ തുടങ്ങുകയാണ്. ഞാനാണ് ശക്തൻ, ഞാനാണ് മുന്നിൽ എന്ന രീതിയിലുള്ള തർക്കം ചില നേതാക്കളെ വെച്ച് ആദ്യം പറയിപ്പിക്കുന്നു, പിന്നീട് അവർ മുന്നോട്ട് വരും. അതാണോ ഇപ്പോൾ കാണേണ്ടത്? സ്മൃതി, അതിൽ മുമ്പ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ CPM-ലെ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് CPM ദളിതരെ അവഗണിക്കുന്നു എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെന്നും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യത്തിനുള്ളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികളെയും വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലാൽകുമാർ പറഞ്ഞു CPM-നെ കുറിച്ച് അങ്ങനെ പുറത്തു നിന്നാരും പറയണ്ട, ലാൽകുമാർ ജീവിക്കുന്നത് കിഴക്കൻ യൂറോപ്പിലെയോ പഴയ സോവിയറ്റ് റഷ്യയിലെയോ ഏതോ രാജ്യത്താണ്, അതുകൊണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് പുറത്തു നിന്ന് ആർക്കും അഭിപ്രായം പറയാൻ അവകാശമില്ല, അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയേണ്ട എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ലാൽകുമാറിനെ പോലെയുള്ള ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് കിഴക്കൻ യൂറോപ്പിലും സോവിയറ്റ് റഷ്യയിലും ഒന്നും ഈ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ പൊടി പോലും ഇല്ല എന്ന് കണ്ടുപിടിച്ച എന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ആ ധാർഷ്ട്യം ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, കോൺഗ്രസിൽ പല കാലത്ത് പല പ്രശ്നങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ 5 വർഷമായി ഓരോ ഘട്ടത്തിലും അത് പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്നും ഇത് അടുത്ത ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള വെല്ലുവിളി തർക്കത്തിലേക്ക് എത്തും എന്നുമൊക്കെയുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കുവാൻ കാലമായി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ നരേറ്റീവിനെ അതിജീവിച്ചും കോൺഗ്രസ് സ്ഥിരമായി കഴിഞ്ഞ 5 വർഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറിയെങ്കിലും ഫലത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് UDF-ഉം സ്ഥിരമായി കഴിഞ്ഞ 5 വർഷമായി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നുണ്ട്. LDF-ന് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയം നേടുന്നുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിനെ സംബന്ധിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ ആന്തരിക പോരാട്ടങ്ങൾ ഈ കഴിഞ്ഞ 50 വർഷക്കാലത്തിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണിത്. ഈ കോൺഗ്രസിൽ മുൻപൊക്കെ ഒരു വിഭാഗം മറുവിഭാഗത്തിന്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ
പല ഘട്ടങ്ങളിലും വ്യത്യസ്തമായ രണ്ട് പാർട്ടികൾ എന്ന നിലയിൽ പ്രവർത്തിച്ച അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നേതാക്കൾ തമ്മിൽ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു കാര്യവും കോൺഗ്രസിലില്ല. അത്തരം നിലപാടുകളിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ അകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും. ആ പൊട്ടിത്തെറിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ശ്രീലാൽ കുമാർ അങ്ങ് ഇതിന് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം പ്രധാനമാണല്ലോ. തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടായിരുന്നു. മറ്റിടങ്ങളിലെ പരാജയ കാരണം എങ്ങനെയെന്ന് വിശദീകരിക്കുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമേ ആയിട്ടില്ല എന്ന് പറയുന്നു. പത്മകുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്ത് വിഷയത്തിലാണ് പ്രതികരിച്ചത്? തിരിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെ പോറ്റി എത്തിയെന്നതിലാണ് അദ്ദേഹം കൂടുതൽ ഊന്നിയിട്ടുള്ളത്. അപ്പോൾ പരാജയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? തോറ്റു എന്ന കാര്യം സമ്മതിക്കുന്നുണ്ടോ പാർട്ടി? ലാൽകുമാർ ഇല്ല, നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോറ്റിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തി എന്നുള്ള ചോദ്യം ന്യായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇത്രയും കള്ളത്തരം കാണിച്ച ഒരാൾ, ശബരിമല കയറി ഇറങ്ങി നടന്ന ഒരാൾ, ഈ പറയുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സോണിയാഗാന്ധിയുടെ അടുക്കൽ ചെന്നത് എന്തുകൊണ്ട് പ്രശ്നമല്ല, മുഖ്യമന്ത്രി ഉപയോഗിച്ചത് എന്തുകൊണ്ടൊരു പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം അദ്ദേഹം ഉന്നയിച്ച ന്യായമായിട്ടൊരു കാര്യമാണ്. കാര്യം അത്രത്തോളം ഇയാൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാകാം. അടൂർ പ്രകാശ് മറുപടി പറഞ്ഞാൽ മതി. പോറ്റിക്കൊപ്പം കടകംപള്ളി നിൽക്കുന്ന ചിത്രങ്ങളും നോക്കൂ മുഖ്യ ഇല്ല സ്മൃതി, അതല്ല പ്രശ്നം. അതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോർട്ടികോപ്പിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടെ കയറി നിൽക്കുന്നതും സോണിയാഗാന്ധിയുടെ വീട്ടിനകത്ത് കയറി അടുക്കളയിൽ പോയി നിന്ന് എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ രണ്ടും വ്യത്യാസമാണ്. അതാണ് പറയുന്നത്. ഇത് നിങ്ങൾ അതായത് പല നേതാക്കളെയും പലരും കാണാൻ വരും. അവരെ പോറ്റി എന്ന നിലയ്ക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മുമ്പാണല്ലോ സ്മൃതി ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കില്ല. നിസാം ഒന്നും ഉണ്ടായിരുന്നേ, നിസാം ഒന്നും ഉണ്ടായിരിക്കുന്നത് നിസാമിന് വല്ലതും വേണോ? നിസാമിന്റെ കാര്യം പറഞ്ഞല്ലോ. ശരി, നിസാമിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് നിസാമെ പിടയ്ക്കാതെ. നിസാമെ നമ്മൾ നാളെയും ചർച്ചയ്ക്കകത്തോടുണ്ട്. എന്റെ വാദവും ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് അതൊരു പ്രശ്നമായി. സോണിയാഗാന്ധിയുടെ അടുക്കൽ വളരെ പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 3-4 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ പോറ്റി എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കേരളത്തിലെ മനുഷ്യർക്കും പ്രശ്നം അല്ലെങ്കിൽ വേണ്ടാന്നേ, എനിക്കതൊരു പ്രശ്നമാണ്. തിരിച്ചുള്ള പടം ഏതാന്നുള്ളതാണ് ചോദ്യം. പബ്ലിക് ഫംഗ്ഷൻ നിൽക്കുന്ന പോലെയാണോ പ്രൈവറ്റ് ഫംഗ്ഷൻ നിൽക്കുന്ന ഫോട്ടോ? കടകംപള്ളി അല്ലേ സോണിയാഗാന്ധി? കടകംപള്ളിയാണോ സോണിയാഗാന്ധി? ഞാൻ ഒരാളെ ഞാൻ തള്ളിയും കൊള്ളുമല്ല പറയുന്നത്. നിക്ക് സ്മൃതി, ഞാൻ പറയട്ടെ. കടകംപള്ളിയെ കാണാൻ എനിക്ക് നാളെ രാവിലെ പോയാൽ എനിക്ക് കടകംപള്ളിയെ കാണാം. നാളെ രാവിലെ പോയാൽ എനിക്ക് സ്മൃതിക്ക് സോണിയാഗാന്ധിയെ കാണാമോ? സ്മൃതിക്ക് സോണിയാഗാന്ധിയെ നാളെ രാവിലെ പോയാൽ കാണാമോ? അവരിപ്പോ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളല്ല. ഇപ്പൊ കാണാവോ? പറ്റത്തില്ല. പക്ഷെ കടകംപള്ളിയെ പോയാൽ എനിക്ക് പോയാൽ കാണാം. അതാണ് എന്റെ വ്യത്യാസം. അത് മനസ്സിലാക്കാൻ എന്നെ പറ്റാത്തത്. നിസാം സെയ്ദ് അങ്ങനെ പലതും പറയും, സ്മൃതി അതിന്റെ പുറകെ പോകണ്ട. പിന്നെ ആ പോറ്റിയുടെ കാര്യം പ്രസക്തമായ കാര്യം തന്നെയാണ്. പിന്നെ മുഖ്യമന്ത്രി ഉന്നയിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. കോൺഗ്രസിന്റെ 1000 വോട്ടിൽ താഴെ വന്ന 26 മണ്ഡലത്തെ കുറിച്ച് ആർക്കും മുണ്ടാട്ടം ഇല്ലല്ലോ. അതിനകത്ത് അതിന് മുണ്ടാട്ടം ഇല്ലാത്തതിന് ശ്രീമറേറ്റർ മിണ്ടിയില്ലല്ലോ. 26 വാർഡുകൾ എണ്ണിയോ? അവിടെല്ലാം BJP ജയിച്ചു. അവര് BJP ജയിക്കുക ചെയ്തവിടെ. ഞാൻ പറഞ്ഞു കേൾക്കൂ, 26 സ്ഥലത്ത് 1000 താഴെ വോട്ട് വന്നു. കോൺഗ്രസിന് മുണ്ടാട്ടം ഇല്ല. അവർ മിണ്ടും എപ്പോഴാ? ഇനി അടുത്ത വർഷം കഴിയുമ്പോ മിണ്ടിക്കോട്ടെ. മതി, പെതുക്കെ മതി. പക്ഷെ വെള്ളാപ്പള്ളിക്ക് മറുപടി ഇല്ല കേട്ടോ. ശ്രീകുമാർ അങ്ങേക്ക് മറുപടി അങ്ങ് കൈപൊക്കിയതുകൊണ്ട് മറുപടി വേണ്ടേ? വെള്ളാപ്പള്ളി വഴിയെ പോകുന്ന വെള്ളാപ്പള്ളി ഒരു വൃദ്ധനായതുകൊണ്ട് വണ്ടിയിൽ കയറ്റി. വെള്ളാപ്പള്ളി ഒന്നും എടുത്ത് ഞാൻ തലവെക്കാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. നാളെ രാവിലെ മുഖ്യമന്ത്രിയെ കാണുന്നു. നിക്ക് ഞാൻ പറഞ്ഞ കേൾക്കൂ, ഞാൻ ക്ലിയർ ആക്കി തരാം. വെള്ളാപ്പള്ളി നാളെ രാവിലെ ഒരു വൃത്തികേട് പറഞ്ഞു. ആ വൃത്തികേടിന്റെ കൂട്ടത്തിലാണ് CPM എന്നാണ് വരുന്നത്. അല്ല, ഒരു സംശയവും കാര്യത്തിൽ. അതുകൊണ്ട് ഇനി വെള്ളാപ്പള്ളിയെ ബോയ്ക്കോട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞത് അത് അങ്ങ് കൈ വെച്ചാൽ മതി കേട്ടല്ലോ. ഈ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നത് ഈ പറഞ്ഞ ഇവർക്ക് NSSന്റെ ആസ്ഥാനത്ത് പോവാം,
ഈ പറഞ്ഞ തങ്ങളുടെ അടുക്ക് പോകാം, മറ്റിടത്ത് പോകാം, അതുപോലൊക്കെ തന്നെ ഉള്ളൂ. വെള്ളാപ്പള്ളി നമ്മൾ വർഗീയ പ്രതികരണം നടത്തിയ ഒരാളെ കുറിച്ചാണ് സംസാരിച്ചത്. അല്ലാതെ സാമുദായിക നേതാവ് എന്ന നിലയ്ക്കല്ല. സാമുദായിക നേതാവ് എന്ന നിലയ്ക്കല്ല. അത് അങ്ങേക്ക് പറയാവുന്നതാണ്. ശ്രീകുമാർ, അങ്ങയുടെ മറുപടിക്ക് ശേഷം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്ത് സാമുദായിക നേതാവ്? ശരി, ശ്രീകുമാർ. നോക്കൂ ശ്രീമതി സ്മൃതി, ഇന്ന് മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഇന്ന് സോണിയാഗാന്ധി വലിയ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. ശരി, അത് ഈ CPM-ൽപ്പെട്ട രണ്ടുപേര് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കേസെടുത്തിട്ട് അവർ ജയിലിൽ കിടക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് പൊക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന് തോറ്റ ശേഷം ഇത് പറയണതിന് അർത്ഥം എന്താ? വേറെ ഇല്ല, മുഖ്യമന്ത്രിക്ക് പറയാനില്ല. കാരണം സോണിയാഗാന്ധി ഇപ്പോഴല്ലല്ലോ കൊണ്ടുവരണ്ടേ, തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവരണ്ടേ. അപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പം, രക്ഷയില്ലാതെ കഴിഞ്ഞപ്പം, ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റാതായപ്പം നമ്മളൊക്കെ കണ്ടു മടുത്ത് 2-3 മാസമായിട്ട് എത്രയോ ആളുകളായിട്ട് ഫോട്ടോ എടുക്കുന്നു. അതൊന്നും ഇത് ഈ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അടുക്ക് ആരെങ്കിലുമൊക്കെ വന്ന് ഫോട്ടോ എടുത്താൽ ഞാനെന്ത് ചെയ്യാനാ? അതുപോലെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് അത് ഫോട്ടോ തന്നെയാണ്. ശരി, ആ ഫോട്ടോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഒരു പത്രസമ്മേളനം വൈകിട്ട് 5 മണിക്ക് നടത്തുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ ജയിലിൽ കിടക്കേണ്ട കാര്യം പറയുമ്പോഴാണ് ഈ ഫോട്ടോയുടെ കാര്യം പറയുന്നത്. അതാ പറഞ്ഞത്, മുഖ്യമന്ത്രി ദുർബലനായ ഒരു അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ വാദങ്ങൾ ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു പുതിയ പോയിന്റ് തോറ്റതിന് ആ പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയല്ല. നിങ്ങൾ എന്താ കാണിച്ചത്? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉടൻ എന്താണ് സംഭവിക്കുക? പാർട്ടി പ്രവർത്തകർ നിരാശരായി. ഇദ്ദേഹം മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. മുഖ്യമന്ത്രി വൈകിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഈ ക്രിസ്തുമസിന്റെ തലേന്ന് വന്നിട്ട് ഈ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ എ സജീവൻ, ശ്രീ നിസാം സെയ്ദ്, ലാൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.